ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ജയിലൻ പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്മ അവാർഡ്സ് 2026 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പത്മ അവാർഡ്സിന്റെ ഈ വർഷം കിട്ടിയ ആൾക്കാരെ മാത്രമല്ല ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ട് കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ തിരുവിതാംകൂർ LDC 29/3/2026 അതായത് മാർച്ച് മാസം 29 ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ പത്മ അവാർഡ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായി. ഒരു കേസ് സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യനൊക്കെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തിയത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടോപ്പിക് പഠിക്കാൻ നേരത്ത് ഇതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മളെ എക്സാമിനേഷന് ചോദിക്കാം എന്നുള്ളത് അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താ? പത്മ അവാർഡ്സ് 2026 വിന്നേഴ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. നമ്മൾ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് എന്നറിയപ്പെടുന്നത് ഭാരതരത്നയാണ്, അല്ലെ? ഭാരതരത്നയാണ് ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ്. അതിനുശേഷമാണ് എന്ത്? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ അതൊക്കെ വരുന്നത്, അല്ലെ? അപ്പൊ അത് മാറിപ്പോകരുത്. നമ്മളിത് ഇവിടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഇത് വിഭൂഷൺ, ഇത് പത്മഭൂഷൺ, പത്മശ്രീ, ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഏറ്റവും ലെങ്ത് ഉള്ളതാണ് എന്ത്? പത്മവിഭൂഷൺ. പത്മഭൂഷണേക്കാളൊക്കെ ലെങ്ത് പത്മവിഭൂഷണിലെ വിഭൂഷൺ, അല്ലെ? അതാണ് അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്. അതിന് താഴെയാണ് എന്ത്? പത്മഭൂഷൺ വരുന്നത്. ഓക്കെ, പത്മഭൂഷൺ വരുന്നത് അതിനും താഴെയാണ്. ഓക്കെ, അതിന് താഴെയാണ് എന്ത്? പത്മശ്രീ, അല്ലെ? നമ്മൾ മലയാളത്തിൽ എഴുതാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഏറ്റവും വലുത് പത്മവിഭൂഷൺ അല്ലേ എഴുതാൻ. അപ്പൊ അത് സെക്കൻഡ് ആയിട്ടുള്ള അവാർഡ്. അതിനുശേഷം പത്മഭൂഷൺ, അതിനുശേഷം പത്മശ്രീ. ഭാരതരത്നയാണ് ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത്. പിന്നെ 1954 എന്ത് ഇതെല്ലാം കൊടുത്തു തുടങ്ങപ്പെട്ടത്, അല്ലെ? പക്ഷെ 1955 എന്ത് ഈ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു പോയത്. ഓക്കെ, ഈ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ചാണ് എന്ത് നമ്മൾ ഈ അവാർഡുകളൊക്കെ കൊടുക്കപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ അവാർഡ് നൽകുന്ന മേഖല ചോദിച്ചാൽ അവാർഡ് നൽകുന്ന മേഖലകൾ കുറച്ചുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. കാണാതെ പഠിക്കേണ്ടതൊന്നും അല്ല, നമുക്ക് കണക്ട് ചെയ്ത് പറ്റും. കല, അല്ലെ? ഈ അവാർഡ് നൽകുന്ന മേഖലകൾ നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കുന്നത്? നമുക്ക് ഈ പത്മശ്രീ അല്ലെങ്കിൽ പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തിത്വങ്ങൾ മാത്രമല്ല, അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതോടുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഏതൊക്കെ മേഖലകളിലാണ് അവാർഡ് നൽകുന്നത് എന്നതും കൂടി അറിഞ്ഞിരിക്കണം, അല്ലെ? കല എന്ന് പറഞ്ഞാൽ സംഗീതം, പെയിന്റിംഗ്, ശില്പം, ഫോട്ടോഗ്രാഫി, സിനിമ, നാടകം മുതലായവയൊക്കെ ഈ കല എന്നുള്ളൊരു സെക്ഷനിൽ ഉൾപ്പെടും. സാമൂഹിക പ്രവർത്തനമാണെങ്കിൽ നമുക്കറിയാം സാമൂഹിക സേവനം, ജീവകാരുണ്യ സേവനം, കമ്മ്യൂണിറ്റി പദ്ധതി, അതൊക്കെ എന്താണ്? സാമൂഹിക പ്രവർത്തനത്തിൽ വരും. പിന്നെ രാഷ്ട്രീയം വരുമില്ല. രാഷ്ട്രീയം ഇവിടെ വരുന്നത് അത് പൊതുകാര്യത്തിലാണ്. നിയമം, പൊതുജീവിതം, രാഷ്ട്രീയം മുതലായവയൊക്കെ ഇവിടെ പൊതുകാര്യത്തിൽ വരും, അല്ലെ? നമുക്കറിയാം പത്മവിഭൂഷൺ ഇത്തവണ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു, അല്ലെ? അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹം എന്താ പൊതുകാര്യം എന്നുള്ള ഒരു സെക്ഷനിലായിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. ഓക്കെ, പിന്നെ ശാസ്ത്ര എഞ്ചിനീയറിംഗും, അല്ലെ? ISRO, DRDO അതൊക്കെ കണക്ട് ചെയ്ത് ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ എന്താ അവാർഡ് കിട്ടും. അപ്പൊ അവരൊക്കെ ശാസ്ത്ര എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു സെക്ഷനിൽ വരും. ബഹിരാകാശ എഞ്ചിനീയറിംഗ്, ന്യൂക്ലിയർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ശാസ്ത്രത്തിന്റെ ഗവേഷണവും വികസനവും സംബന്ധിച്ച അനുബന്ധ വിഷയങ്ങളൊക്കെ അതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവും. പിന്നെ വ്യാപാരം, വ്യവസായമാണ്. ബാങ്കിങ്, സാമ്പത്തിക പ്രവർത്തനം, മാനേജ്മെന്റ്, ടൂറിസം പ്രോത്സാഹനം, ബിസിനസ് തുടങ്ങിയവയൊക്കെ ഇവിടെ വരും. വ്യാപാരം, വ്യവസായം. ഓക്കെ, ബാങ്കിങ് ഓർത്തിരിക്കണേ. ബാങ്കിങ് ഇവിടെ വ്യാപാരം, വ്യവസായത്തിൽ വരും. പിന്നെ വൈദ്യശാസ്ത്രത്തിലാണ് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, സിദ്ധവൈദ്യം, പ്രകൃതി ചികിത്സ അതൊക്കെ വരും. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാർ ജീവനക്കാരുടെ ഭരണത്തിലെ മികവ്, പ്രകടനം എന്നിവയൊക്കെ സിവിൽ സർവീസിൽ സർക്കാർ ജോലിക്കാരെ, ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയാണ് എന്ത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്സ്, സാഹസികത, പിന്നെ ട്രക്കിംഗ്, പർവ്വത ക്ലൈംബിങ്, ഓക്കെ, സ്പോർട്സ് പ്രോത്സാഹനം, യോഗയൊക്കെ സ്പോർട്സിലായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലൊന്നും പെടാത്തവയാണ് എന്ത്? മറ്റുള്ളവ. അതായത് മനുഷ്യാവകാശ സംരക്ഷണം, വലിയ സംസ്കാരത്തിന്റെ പ്രചരണം, ഇതൊക്കെ എന്താണ്? മറ്റുള്ളവയിൽ പെടും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കുക. ഏതൊക്കെയാണ്? കലയുണ്ട്, സാമൂഹ്യ പ്രവർത്തനമുണ്ട്, പൊതുകാര്യമുണ്ട്, ശാസ്ത്ര എഞ്ചിനീയറിംഗ് ഉണ്ട്, വ്യാപാരം, വ്യവസായമുണ്ട്, വൈദ്യശാസ്ത്രമുണ്ട്, സിവിൽ സർവീസ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, മറ്റുള്ളവയുണ്ട്. ഓക്കെ, ഇനി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ തിരുവിതാംകൂർ LD ക്ലർക്ക് ഇത് നോക്കി. സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 39/2025 ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ ഹെൽഡ് ഓൺ 29/3/2026. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുള്ള ഒരു എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പത്മ പുരസ്കാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 എതിരല്ലെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധി ഏത്? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി
ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ നമുക്ക് ആ കേസിന്റെ കുറച്ച് റെലവൻസ് കാര്യങ്ങൾ പഠിച്ചു പോവേണ്ടതുണ്ട്. അതിനു മുമ്പ് ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 എന്ന് പറഞ്ഞാൽ പദവികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, അല്ലെ? ഈ പത്മ അവാർഡുകൾ എന്നൊക്കെ പറഞ്ഞ ഒരു പദവി തന്നെയാണ്, പക്ഷെ അതിനൊക്കെ എന്താണ് ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഓക്കെ, എക്സെപ്ഷൻ ഉണ്ട് അതിനൊക്കെ. ഇത് സമത്വത്തിനുള്ള അവകാശമോ അതായത് റൈറ്റ് ഇക്വാലിറ്റിയുടെ ഭാഗമാണ്. സൈനികമോ, ഇതൊന്ന് നോട്ട് ചെയ്യണേ, സൈനികമോ അക്കാദമികമോ അല്ലാത്ത യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം പൗരന്മാർക്ക് നൽകാൻ പാടില്ല. അപ്പൊ അവിടെ ഒരു എക്സെപ്ഷൻ ഇല്ലേ? സൈനികം, കേണൽ, അല്ലെ, മേജർ, അങ്ങനെയുള്ള പദവികളൊക്കെ കൊടുക്കാം. അതുകൂടാതെ നമ്മുടെ വിദ്യാഭ്യാസപരമായുള്ള അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇന്ന് എക്സെപ്ഷൻ ആണ്. ആർട്ടിക്കിൾ 18 ഇൻക്ലൂഡഡ് അല്ല. കൂടാതെ വിദേശ പദവികൾ സ്വീകരിക്കുന്നത് ഇത് വിലക്കുന്നു. അപ്പൊ ആർട്ടിക്കിൾ 18 പറയുന്നത് പദവികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം എന്താ ശിവാജി അല്ലെങ്കിൽ ദിവാൻ, അല്ലെ, അങ്ങനെയുള്ള കുറെ പദവികൾ ഉണ്ടായിരുന്നു. ചക്രവർത്തി, ദിവാൻ, അല്ലെങ്കിൽ സെമീന്ദാർ സമ്പ്രദായത്തിൽ സെമീന്ദാർമാർ, അങ്ങനെ കുറച്ച് പദവികളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള പദവികളൊന്നും ആർട്ടിക്കിൾ 18 പ്രകാരം പ്രാബല്യത്തിൽ നിലനിൽക്കില്ല. പക്ഷേ നമുക്ക് എന്താ സൈനികമോ അക്കാദമികവുമായ സ്ഥാനപ്പേരും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. അപ്പൊ ആ അക്കാദമികം എന്നുള്ളൊരു പ്രൊഫഷനിലാണ് നമ്മുടെ ഭാരതരത്ന, പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് ആർട്ടിക്കിൾ 18 എതിരല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചതാണ് എന്ത്? ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ. ഓക്കെ, അപ്പൊ ആ കേസ് റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ കേസിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം, ഒന്ന് കേട്ടിരിക്കുക. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസ് നടന്നത് 1995 ദേശീയ അവാർഡുകളുടെ, അതായത് ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിവയുടെ സാധുത ശരിവച്ച സുപ്രീം കോടതി കേസാണ് എന്ത്? ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995. ഇനി ദേശീയ അവാർഡുകൾ ഭാരതരത്ന, പത്മ മുതലായവ ആദ്യമായിട്ട് സ്ഥാപിച്ചത് 1954 നമ്മൾ പറഞ്ഞു, കൊടുത്തു തുടങ്ങിയത് 1954. 1977 ദേശീയ അവാർഡുകൾ നിർത്തലാക്കിയ സർക്കാരാണ് മൊറാർജി ദേശായിയുടെ ജനതാ പാർട്ടി. ഓക്കെ, ജനതാ സർക്കാർ. ഇനി എന്നാൽ 1980 ഇന്ദിരാഗാന്ധി വീണ്ടും റിട്ടേൺ വന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. വർഷം തോറും പത്മ അവാർഡുകൾ നൽകപ്പെടുന്നത് റിപ്പബ്ലിക് ദിനമാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ദേശീയ അവാർഡുകൾ തടസ്സപ്പെട്ട ചെറിയ കാലയളവാണ്. ഒന്ന് ആദ്യമായിട്ട് നിർത്തലാക്കിയത് മൊറാർജി ദേശായി 1977 കയറിയപ്പോഴാണ്. അപ്പൊ 77 തൊട്ട് 79 വരെ ഒരു തവണ 2 വർഷം അത് നിർത്തലാക്കപ്പെട്ടു. പിന്നെ 1993, 97 കാലഘട്ടത്തിലും ദേശീയ അവാർഡുകൾ നൽകുന്നതിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, 77, 79, 93, 97. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് എന്താ കണക്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. പത്മ അവാർഡ്സ് താഴെ പറയുന്നതിൽ ആർക്കാണ് കിട്ടിയത്, അല്ലെ? പത്മശ്രീ ആർക്കാണ് കിട്ടിയത്, പത്മവിഭൂഷൺ ആർക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ അവർ ഏത് സെക്ഷനിൽ ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. അതല്ല ഇപ്പൊ നമ്മൾ ഈ കണ്ട ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു 10th +2 ലെവൽ എക്സാമിനേഷൻ ആണ്. ആ എക്സാമിനേഷൻ ഇങ്ങനെ ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, അല്ലെ? ഒരു വർഷത്തിൽ നൽകാവുന്ന ആകെ പത്മ അവാർഡുകളുടെ എണ്ണം എത്രയാ? 120 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്താ മരണാനന്തരം അല്ലെങ്കിൽ NRI അവാർഡുകൾ ഒഴികെ, ഓക്കെ, മരണാനന്തര ബഹുമതിയൊക്കെ ആയിട്ട് പത്മ അവാർഡ്സ് ഒത്തിരി കൊടുക്കുന്നുണ്ട്. അപ്പൊ 120 എന്നുള്ള ഒരു കൗണ്ട് ജസ്റ്റ് പറയുന്നുള്ളൂ. ഈ വർഷം തന്നെ 131 അവാർഡുകൾ പത്മ വിഭാഗത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായി. ഓക്കെ, മരണാനന്തര ബഹുമതിയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് 120 എബോവ് വരും. ഇനി ഒരു വർഷത്തിൽ ഒരു പ്രത്യേക വർഷത്തിൽ നൽകാവുന്ന പരമാവധി ഭാരതരത്നകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 ഭാരതരത്നയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3. ഇനി നമ്മുടെ 2026 പത്മ അവാർഡ്സ് റിലേറ്റഡ് ഉള്ള ഫുൾ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അതില് നമ്മൾ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുള്ളൂ. ആ മേജർ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അതിൽ എങ്ങനെ മലയാളികൾ ഉൾപ്പെടും, അല്ലെ? മലയാളികൾ ആർക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സംഗീതം അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൽകി തുടങ്ങിയ വർഷം എന്ന് പറഞ്ഞാൽ 1954. ആകെ എത്ര ജേതാക്കൾ ഈ വർഷം? 131 ജേതാക്കൾ. എത്ര? 131 ജേതാക്കൾ. എത്ര? 131 ജേതാക്കൾ. പത്മവിഭൂഷൺ 5 പേർക്ക് കിട്ടി, പത്മഭൂഷൺ 13 പേർക്ക് കിട്ടി, പത്മശ്രീ 113 പേർക്ക് കിട്ടി. ഒന്നുകൂടി, നൽകി തുടങ്ങിയ വർഷം 1954. ഈ വർഷം കിട്ടിയ ആകെ ജേതാക്കൾ എന്ന് പറഞ്ഞാൽ 131. പത്മവിഭൂഷൺ ആണെങ്കിൽ 5 പേർക്ക്, പത്മഭൂഷൺ ആണെങ്കിൽ 13 പേർക്ക്, പത്മശ്രീ ആണെങ്കിൽ 113 പേർക്ക്. ഓക്കെ, ഈ പത്മവിഭൂഷൺ നമ്മൾ 5 പേരെയും ഡിസ്കസ് ചെയ്യും. പത്മഭൂഷൺ നമ്മൾ 13 പേരിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 13 പേരുടെയും പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പത്മശ്രീ ആണെങ്കിൽ ഒരു 10-12 ആൾക്കാരെയാണ് നമ്മൾ
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതിലെ മെയിൻ വ്യക്തിത്വങ്ങൾ നമ്മുടെ രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ അങ്ങനെയുള്ള സ്പോർട്സ് താരങ്ങളാണ്. ഓക്കെ. പിന്നെ വനിതകൾ 19 പേരുണ്ട്, വിദേശികൾ 6 പേരുണ്ട്, മരണാനന്തരം 16, മലയാളികൾ 8. ഓക്കെ. ടോട്ടൽ 8 മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ടോട്ടൽ 8 മലയാളികൾക്ക് പത്മ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പോണേ. 131 നാഗ ജേതാക്കൾ, പത്മവിഭൂഷൺ 5 പേര്, പത്മഭൂഷൺ 13, പത്മശ്രീയാണ് 113, വനിതകൾ 19, വിദേശികൾ 6, മരണാനന്തരം 16, മലയാളികൾ 8. എത്ര? മലയാളികൾ 8 പേര്. ഓക്കെ. 8 പേര് മലയാളികളെ നമ്മൾ ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. പത്മ പുരസ്കാരത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ മൊത്തം 5 പേർ കിട്ടിയതിൽ അതിൽ 3 പേരും മലയാളികളാണ്, അല്ലെ? മെജോറിറ്റി നമുക്കാ കിട്ടിയത്. ഒന്ന് VS അച്യുതാനന്ദൻ, അറിയാലോ. പിന്നെ P നാരായണനുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ സംഘടന, RSS എന്നുള്ള ഒരു സംഘടനയുടെ ഒരു പ്രവർത്തകനൊക്കെയാണ്. ജന്മഭൂമി എന്നുള്ള അവരുടെ RSSന്റെ ഒരു മുഖപത്രം, അതിന്റെയൊക്കെ എഡിറ്റർ അല്ലെങ്കിൽ സ്ഥാപക നേതാവൊക്കെയാണ് P നാരായണൻ. പിന്നെ KT തോമസ്, അദ്ദേഹം ഒരു ജഡ്ജി, ഒരു ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ. പിന്നെ പത്മഭൂഷൺ കിട്ടിയത് വെള്ളാപ്പള്ളി നടേശൻ, പിന്നെ മമ്മൂട്ടി, അല്ലെ? നമ്മുടെ സ്വന്തം മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എത്ര പേരായി? 5 പേരായി, അല്ലെ? പത്മവിഭൂഷൺ 3 പേർക്ക്, പത്മഭൂഷൺ 5 പേർക്ക്, പത്മശ്രീ 3 പേർക്ക്. അപ്പൊ ടോട്ടൽ 8 മലയാളികളായി. ടോട്ടൽ 8 മലയാളികൾ. മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാമണ്ഡലം വിമല മേനോൻ, പിന്നെ കൊല്ലക്കൽ സാമൂഹ്യ പ്രവർത്തനാണ് കൊല്ലക്കൽ ദേവകിയമ്മ, പിന്നെ A മുത്തുനായകം. ഇദ്ദേഹം ശരിക്കും തമിഴ്നാടുകാരനാണ്, പക്ഷെ നമ്മുടെ കേരളത്തിലാണ് അദ്ദേഹം കുറെ കാലമായിട്ട് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളമാണ് ഇദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്തത്. ഓക്കെ. ഇവരൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോരും. അപ്പൊ നമുക്ക് ആദ്യത്തെ ആള് പത്മവിഭൂഷണുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആള് ഡിസ്കസ് ചെയ്യാം, അല്ലെ? പത്മവിഭൂഷണുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് വ്യക്തിത്വം ആരാ? നമ്മുടെ സ്വന്തം അച്യുതാനന്ദൻ, അല്ലെ? അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ടേ. VS അച്യുതാനന്ദനാണ്. പബ്ലിക് അഫയേഴ്സ് അഥവാ പൊതുകാര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. പൊതുകാര്യം, രാഷ്ട്രീയം പൊതുകാര്യത്തിലാണെന്ന് ആദ്യമേ പറഞ്ഞില്ലേ, അല്ലെ? ഇനി സ്വദേശം വരുന്നത് എവിടെയാ? സ്വദേശം വരുന്നത് ആലപ്പുഴയാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. 2025 ജൂലൈ 21 തീയതിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇമ്മോർട്ടലാണ്. 2025 നമ്മുടെ ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷം അതൊക്കെ തുടർന്നുള്ള PSC എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായി എന്നാണ് മരണപ്പെട്ടത്. അപ്പൊ നമ്മൾ ഡേറ്റ് അടക്കം ഇതും പഠിച്ചിരിക്കുക. 2025 ജൂലൈ 21. എത്ര? 2025 ജൂലൈ 21 VS അച്യുതാനന്ദൻ മരണപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയാണ്. അതുകൂടാതെയോ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നതും VS അച്യുതാനന്ദനാണ്. ഒരു തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രതിപക്ഷ നേതാവുമായിട്ട് VS മൊത്തം 7 തവണ കേരള നിയമസഭയിൽ അംഗമായിരുന്നു. ഓക്കെ. ഒരു തവണ മുഖ്യമന്ത്രിയായിരുന്നു, 3 തവണ പ്രതിപക്ഷ നേതാവായിരുന്നു, മൊത്തം 7 തവണ കേരള നിയമസഭയിൽ അംഗമായിരുന്നു. 7 തവണ. ഓക്കെ. 2025 ജൂലൈ 21. ഇനി അടുത്തത് നമ്മൾ KT തോമസിനെയാണ് പരിചയപ്പെടുന്നത്. KT തോമസ് ആരാ? ഒരു ജസ്റ്റിസ് ആണ്, അല്ലെ? പബ്ലിക് അഫയേഴ്സിൽ വരും. മുഴുവൻ പേരോ? കല്ലുപുരക്കൽ KT തോമസ്, അല്ലെ? കല്ലുപുരക്കൽ തോമസ്. ഓക്കെ. KT തോമസ്. സ്വദേശം വരുന്നത് കോട്ടയമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. 1996 തൊട്ട് 2002 വരെ സുപ്രീം കോടതി ജഡ്ജിയാണ്. രാജീവ് ഗാന്ധി വധക്കേസിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? KT തോമസ് ആണ്. പത്മഭൂഷൺ നൽകി അദ്ദേഹത്തിന് 2007 നമ്മൾ ആദരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ 2-3 കൃതികളാണ്. ഹണിബീസ് ഓഫ് സോളമൻ, സോളമന്റെ തേനീച്ചകൾ എന്നുള്ളൊരു കൃതിയുണ്ട്. അദ്ദേഹത്തിന്റെ 25 വർഷക്കാലം നീണ്ടു നിന്ന ഈ ഒരു പൊതുപ്രവർത്തനം, അല്ലെങ്കിൽ ഈ നമ്മുടെ കോടതിയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ, അല്ലെ? അഭിഭാഷകനായിട്ടും ജഡ്ജിയായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ 25 വർഷക്കാലത്തെ ജീവിതത്തെ അനുസ്പദമാക്കി അദ്ദേഹം എഴുതിയതാണ് ഹണിബീസ് ഓഫ് സോളമൻ, സോളമന്റെ തേനീച്ചകൾ എന്നുള്ളത്. പിന്നെ അതല്ലാതെ 2 പതിറ്റാണ്ടിന്റെ പോർവിളികൾ, മുല്ലപ്പെരിയാർ ഡാം ചില വെളിപ്പെടുത്തലുകൾ, അങ്ങനെ 2 കൃതികളും കൂടിയുണ്ട്. മുല്ലപ്പെരിയാർ ഡാം ചില വെളിപ്പെടുത്തലുകൾ അത് എഴുതിയതാരാ? ഇത് KT തോമസ് ആണ്. ഓക്കെ. 2 പതിറ്റാണ്ടിന്റെ പോർവിളികൾ അത് എഴുതിയതാരാ? KT തോമസ് ആണ്. ഹണിബീസ് ഓഫ് സോളമൻ അഥവാ സോളമന്റെ തേനീച്ചകൾ എഴുതിയതാരാ? KT തോമസ് ആണ്. ഓക്കെ. നിലവിൽ അദ്ദേഹം സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനാണ്. ഓക്കെ. സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനാണ്. ഓക്കെ. ഇനി അടുത്തത് P നാരായണൻ, അല്ലെ? അച്യുതാനന്ദൻ പറഞ്ഞു, KT തോമസ് പറഞ്ഞു, P നാരായണൻ പറഞ്ഞു. 3 മലയാളികളാണ്. പിന്നെ 2 അത് ഇതര സംസ്ഥാന ആൾക്കാർ കൂടിയുണ്ട്. ഓക്കെ. അപ്പൊ അതും നമ്മൾ പറയും. മൊത്തം 5 പേരല്ലേ ഉള്ളൂ. ഈസി ആയിട്ട് പഠിക്കാം. P നാരായണൻ എന്ന് പറഞ്ഞാൽ സാഹിത്യ വിദ്യാഭ്യാസമാണ്. സ്വദേശം ഇടുക്കിയാണ്. മാധ്യമ പ്രവർത്തകനാണ്. നമ്മൾ പറഞ്ഞു എഴുത്തുകാരനാണ്. ജന്മഭൂമി പത്രത്തിന്റെ സഹസ്ഥാപകനും ചീഫ് എഡിറ്ററും ആയിരുന്നു. നിലവിൽ RSS സംസ്ഥാന സമിതി അംഗമാണ്. ഓക്കെ. കിട്ടിയില്ലേ? ഇടുക്കിയാണ്, മാധ്യമ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, ജന്മഭൂമി പത്രത്തിന്റെ സഹസ്ഥാപകൻ, ഫൗണ്ടറിൽ ഒരാളാണ്, ചീഫ് എഡിറ്ററും ആയിരുന്നു. പിന്നെ RSSന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സമിതി അംഗമാണ് ആര്? P നാരായണൻ. അടുത്തതോ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, അല്ലെ? പണ്ട് കാലത്ത് ബോളിവുഡിലെ തന്നെ ഏറ്റവും ഹീറോ ആയിരുന്നു ധർമ്മേന്ദ്ര ഡിയോളും പിന്നെ അമിതാഭ് ബച്ചൻ. അവരൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുക്കപ്പെട്ടത്. 2025 നവംബർ 24 അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ട് കൊടുക്കപ്പെട്ടു. പത്മവിഭൂഷൺ. നമ്മൾ പറഞ്ഞു
മരണാനന്തര ബഹുമതി അതൊന്നും ഇല്ലാതെ 120 പേരെയാണ്. പക്ഷെ അതെല്ലാം ഉൾപ്പെടുത്തി 120 പ്ലസ് കടന്നു പോകും അല്ലെ. 131 പേർക്ക് തവണ കിട്ടിയില്ലേ. അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് എവിടെയാ? പഞ്ചാബാണ് സ്വദേശം. ഇന്ത്യയിലെ ബോളിവുഡില് ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നടനാണ്, നിർമ്മാതാവുമാണ്. 300-ൽ പരം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ സിനിമയാണ് എന്ത്? ഷോലെ എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു സിനിമയാണ്. പിന്നെ അദ്ദേഹം രാജ്യസഭയിലേക്ക് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 15ാം ലോക്സഭയിലെ അംഗമായിരുന്നു. രാജസ്ഥാനിലെ ബിക്കാനീർ എന്നുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ലോക്സഭാംഗമായിട്ടുണ്ട്. 15ാം ലോക്സഭയിൽ. പത്മഭൂഷൺ 2012 കൊടുക്കപ്പെട്ടു. 2012 അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുക്കപ്പെട്ടു. ഓക്കെ. 2007 നമ്മൾ ആദ്യം പറഞ്ഞ 2007 പത്മഭൂഷൺ KT തോമസിന് കിട്ടിയെങ്കിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയത് 2012 ഓക്കെ. 2012 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. പത്മഭൂഷൺ 2012 ലഭിച്ചു. ഓക്കെ അല്ലെ. ഇനി അടുത്ത ഒരാൾ, ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞിട്ട് ഒന്ന് 5 പേര് ജസ്റ്റ് കൂടി ഒന്ന് മെമ്മറൈസ് ചെയ്ത് പോകാട്ടോ. എൻ രാജം. നിങ്ങൾ ഈ ക്ലാസ് കഴിയാൻ നേരത്തെ തന്നെ ഇത് പഠിച്ചു പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പറയുന്നതിന്റെ ഒപ്പം തന്നെ ഈ സ്വദേശം ഇതൊന്നും അല്ല, പക്ഷെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇയാളുടെ പേരും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ കാര്യം എങ്ങനെയായാലും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ 5ാമത്തെ ആള്. എൻ രാജം. കലയാണ്. കല അല്ലെ. സ്വദേശം ചോദിച്ചാൽ തമിഴ്നാടാണ്. കലയിൽ തന്നെ ഏതാണ്? സ്പെഷ്യലൈസ് വയലിനിസ്റ്റ് ആണ്. വയലിൻ അല്ലെ. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ആണ് മെയിൻ ആയിട്ടുള്ളത്. വയലിനിസ്റ്റിൽ തന്നെ. പത്മശ്രീ 1984 കിട്ടി. സംഗീത നാടക അക്കാദമി അവാർഡ് 1990 കിട്ടി. പത്മഭൂഷൺ ആണെങ്കിൽ 2004 കിട്ടി. അപ്പൊ നമ്മൾ KT തോമസ് പറഞ്ഞു 2007 പത്മഭൂഷൺ അല്ലെ. 2007 KT തോമസിന് കിട്ടി. 2012 എന്ത്? ധർമ്മേന്ദ്ര ഡിയോൾക്ക് കിട്ടിയത് അല്ലെ. 2004 അവർക്കൊക്കെ മുമ്പേ ആർക്ക് കിട്ടി? എൻ രാജത്തിന് കിട്ടി. കേന്ദ്ര സാഹിത്യ നാടക അക്കാദമി ഫെലോഷിപ്പ് 2012 ലഭിച്ചിട്ടുണ്ട്. 2012 കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അക്കാദമി അവാർഡ് ആണെങ്കിൽ 90 തന്നെ കിട്ടിയതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ആരൊക്കെയാണ് പറഞ്ഞത്? VS അച്യുതാനന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. 2025 ജൂലൈ 21. VS അച്യുതാനന്ദൻ. KT തോമസ് അല്ലെ, ജസ്റ്റിസ് ആണ്. KT തോമസ് പബ്ലിക് അഫയേഴ്സ് ആണ് അല്ലെ. പിന്നെ P നാരായണൻ സാഹിത്യവും വിദ്യാഭ്യാസമാണ്. പിന്നെ ധർമ്മേന്ദ്ര സിംഗ് ഡിയോള്. പിന്നെ ആരാ? എൻ രാജ. ഓക്കെ. അപ്പൊ പത്മവിഭൂഷൺ ക്ലിയർ ആയില്ലേ? പത്മവിഭൂഷൺ. ഇനി നമുക്ക് അടുത്തത് പത്മഭൂഷണിലേക്ക് പോവാം. പത്മഭൂഷൺ എത്ര പേർക്കാണ് മൊത്തം കിട്ടിയത്? 13 പേർക്കാണ് മൊത്തം ലഭിച്ചത് അല്ലെ. അതിൽ പത്മഭൂഷൺ കിട്ടിയ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് ആര്? നമ്മുടെ സ്വന്തം മമ്മൂക്ക അല്ലെ. പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ സ്വന്തം ഇച്ചാക്ക അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് വൈകിയാണെങ്കിലും പത്മഭൂഷൺ ലഭിച്ചു. വൈകിന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിനൊക്കെ ഈ അവാർഡുകളൊക്കെ നേരത്തെ തന്നെ കിട്ടേണ്ടതാണ്. അപ്പൊ മമ്മൂട്ടി ഏതാ? കലയാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളാണ്. മുഴുവൻ പേര് മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ ഇസ്മായിൽ എന്നാണ് മുഴുവൻ പേര്. പത്മശ്രീ 1998 ലഭിച്ചിട്ടുണ്ട് അല്ലെ. പത്മശ്രീ 1998 ലഭിച്ചിട്ട് അതിന് ശേഷം അതിന് തൊട്ട് മുകളിലുള്ളതാണ് പത്മഭൂഷൺ. അത് കിട്ടിയതെന്നാ 2026 ഉണ്ടോ? അത്രയും ഒരു നീണ്ട കാലയളവിന് ശേഷം ലഭിച്ചത്. പിന്നെ കേരള പ്രഭ ലഭിച്ചത് 2022 ഈ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ആ ഒരു പാറ്റേണിൽ കേരളം കൊടുക്കുന്നതാണ് കേരള പ്രഭ എന്നുള്ളത്. അത് 2022 ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മമ്മൂട്ടിക്കാണ്. 7 തവണ ലഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് വരുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. മോഹൻലാലിന് അല്ലെ. മോഹൻലാലിന് എത്ര തവണ ലഭിച്ചിട്ടുണ്ട്? 6 തവണ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. മോഹൻലാലിന് 6 തവണ ലഭിച്ചിട്ടുണ്ട്. മമ്മൂക്കൊക്കെ ആണെങ്കിൽ 7 തവണ, ലാലേട്ടനാണെങ്കിൽ 6 തവണ. പിന്നെ നടികളിൽ ഉർവശി ചേച്ചിക്ക് എത്ര തവണ ലഭിച്ചിട്ടുണ്ട്? 6 തവണ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. മികച്ച നടിയായിട്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഉർവശി അല്ലെ. ഏറ്റവും നടനോ ഏറ്റവും കൂടുതൽ തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ മമ്മൂക്ക. ഓക്കെ. ഇനി പത്മശ്രീയിലെ ഒരാളെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആരാ? മമ്മൂട്ടി. സെക്കൻഡ് വൺ വരുന്നത് പത്മശ്രീ അല്ല, പത്മഭൂഷൺ. ഓക്കെ, സോറി. വെള്ളാപ്പള്ളി നടേശനാണ്. പബ്ലിക് അഫയേഴ്സ് അല്ലെങ്കിൽ പൊതുകാര്യം അല്ലെ. പബ്ലിക് അഫയേഴ്സ് അതിന്റെ മലയാളമാണ് എന്ത്? പൊതുകാര്യം. സ്വദേശം ആലപ്പുഴയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ. ഇപ്പൊ കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിലവിൽ അദ്ദേഹം തന്നെയാണ് എന്ത്? ജനറൽ സെക്രട്ടറി SNDPയുടെ. പിന്നെ ഭഗത് സിംഗ് കോഷിയാരി. അദ്ദേഹം ആരാ? ഭഗത് സിംഗ് കോഷിയാരി. അദ്ദേഹം മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. ഭഗത് സിംഗ് കോഷിയാരി പഠിച്ചിരിക്കണം. പൊതുകാര്യം, അതായത് രാഷ്ട്രീയക്കാരനല്ലേ, അപ്പൊ ഭഗത് സിംഗ് കോഷിയാരി പൊതുകാര്യത്തിൽ വരും. മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. പിന്നെ ഷിബു സോറൻ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് കിട്ടിയത് മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹമാണ് ഷിബു സോറൻ. ഇദ്ദേഹമാണ് ഭഗത് സിംഗ് കോഷിയാരി. വെള്ളാപ്പള്ളി നടേശന് പിന്നെ എല്ലാവർക്കും അറിയാലോ അല്ലെ. വെള്ളാപ്പള്ളി നടേശനാണിത്. ഭഗത് സിംഗ് കോഷിയാരി മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. അപ്പൊ നിങ്ങൾ ഈ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് മെമ്മറൈസ് ചെയ്ത് പോവുക. ഓക്കെ. പത്മവിഭൂഷൺ 5 പേരെയാണ് പറഞ്ഞത്. പിന്നെ നമ്മള് പത്മഭൂഷൺ 13 പേരെ ജസ്റ്റ് പറയും. അതിൽ തന്നെ
5-6 പേരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. അതല്ലാത്തവരുടെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. ഓക്കെ. ഷിബു സോറനൊക്കെ എന്ന മുഖ്യമന്ത്രിയാണ്, മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് നമ്മള് പത്മഭൂഷൺ കൊടുത്തു. ഇനി അടുത്തത് നമ്മുടെ ബോളിവുഡിലൊക്കെ ഉള്ള ശ്രേയ ഘോഷാലിന്റെ അത്രയും ഇല്ലെങ്കിലും ശ്രേയ ഘോഷാൽ പോലെ തന്നെ അറിയപ്പെടുന്ന ഒരു പിന്നണി ഗായികയാണ് അൽക്ക യാഗ്നിക്. അല്ലെ, ഇടയ്ക്ക് സൗണ്ട് ഇഷ്യൂ ഒക്കെ ആയിട്ട് സൗണ്ട് ഒക്കെ പോയതാണ്. ബോളിവുഡിലെ ഒരു പ്രശസ്തയായ ഇന്ത്യൻ പിന്നണി ഗായികയാണ് അൽക്ക യാഗ്നിക്. കലയാണ് മേഖല, സ്വദേശം പശ്ചിമ ബംഗാളാണ്. ഓക്കെ, ഗായികയാണ് ഈ ഗായിക. ഇനി വിജയ് അമൃതരാജ് ഉണ്ട്. അദ്ദേഹം നമ്മുടെ പഴയ ഒരു ടെന്നീസ് താരാണ്, ഇന്ത്യൻ ടെന്നീസ് താരാണ്. ഇപ്പൊ അദ്ദേഹം ഒരു അമേരിക്കൻ പൗരനാണ്. സ്വദേശം ചോദിച്ചാൽ തമിഴ്നാടാണ്. വിജയ് അമൃതരാജ് അപ്പൊ ഏത് മേഖലയിൽ പെടും? കായിക മേഖലയിൽ പെടും. ഓക്കെ, കായിക മേഖലയിൽ പെടും. 2026 പത്മഭൂഷൺ നേടിയ ഏക കായിക താരമാണ്. മൊത്തം 13 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചതില് കായിക താരം എന്ന് പറഞ്ഞാല് വിജയ് അമൃതരാജ് മാത്രമേ ഉള്ളൂ, ഇദ്ദേഹമാണ്. ഓക്കെ, വിജയ് അമൃതരാജിന് മാത്രമാണ് എന്ത് പത്മഭൂഷൺ ലഭിച്ചത്. ഏക കായിക താരമാണ്, ഏക കായിക താരം. പിന്നെ ഉദയ് കൊടാക് ഉണ്ട്. ഉദയ് കൊടാക് അദ്ദേഹം ഒരു വ്യവസായിയാണ്. കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനും മുൻ MD പിന്നെ CEO ആണ് ആര്? ഉദയ് കൊടാക്. അദ്ദേഹമാണ് ഉദയ് കൊടാക്. വാണിജ്യവും വ്യവസായം എന്നുള്ള മേഖലയിൽ ഉദയ് കൊടാക് വരും. വാണിജ്യവും വ്യവസായം എന്നുള്ള മേഖലയിൽ വരും. ഓക്കെ, അപ്പൊ നമ്മള് പത്മഭൂഷണിൽ അറിഞ്ഞിരിക്കേണ്ടത് മമ്മൂട്ടി ഉണ്ട്, വെള്ളാപ്പള്ളി നടേശനുണ്ട്, ഭഗത് സിംഗ് കോഷിയാരി അതാ ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയാണ്, ഷിബു സോറൻ ഉണ്ട്, മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ്, അൽക്ക യാഗ്നിക് ഉണ്ട്, ഇന്ത്യൻ പിന്നണി ഗായികയാണ്. പിന്നെയോ വിജയ് അമൃതരാജ് ഉണ്ട്, അദ്ദേഹം ടെന്നീസ് പ്ലെയർ ആണ്, കായികം വരും മേഖല അല്ലെ. പിന്നെയോ ഉദയ് കൊടാക് ഉണ്ട്, കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനും മുൻ MD CEO ഒക്കെയാണ്. പിന്നെ ഇവരെയൊക്കെ ജസ്റ്റ് ഒന്ന് പേരോർത്തിരിക്കുക. കല്ലിപ്പെട്ടി രാമസ്വാമി പളനിസ്വാമി വൈദ്യശാസ്ത്രമാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്. പിന്നെ ഡോക്ടർ നോരി ദത്താത്രേയ യുഡു വൈദ്യശാസ്ത്രം അമേരിക്ക ആണ്, ഇവിടെ നിന്ന് പോയ ആളാണ്, അതാണ്. ശ്രീ പീയൂഷ് പാണ്ഡെ ഉണ്ട്, മരണാനന്തര ബഹുമതിയാണ്, മഹാരാഷ്ട്ര, കലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. SKM മൈലാനന്ദൻ ഉണ്ട്, സാമൂഹ്യ പ്രവർത്തനം, തമിഴ്നാടാണ്. ശതാവധാനി R ഗണേഷ് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കർണാടകയാണ്. ശ്രീ VK മൽഹോത്ര പൊതുകാര്യം, മരണാനന്തര ബഹുമതി, ഡൽഹിയാണ്. ഇത് ഞാൻ അത്ര ഇമ്പോർട്ടന്റ് എന്ന് പറയില്ല, ഈ ഒരു സ്ലൈഡിലുള്ള കാര്യങ്ങള്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ അത്രയും ആൾക്കാരെ എങ്ങനെയും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് പത്മവിഭൂഷൺ കഴിഞ്ഞു, പത്മഭൂഷൺ കഴിഞ്ഞു. ഇനി പത്മശ്രീ ഉണ്ട്. പത്മശ്രീ 113 ഉണ്ട്. അത്ര പേരെയൊന്നും നമുക്ക് ഏതായാലും പഠിക്കേണ്ടതില്ല. ഒരു 10-12 പേരെ കൂടി മാക്സിമം അറിഞ്ഞിരുന്നാൽ മതി. അതിൽ നിന്നാണ് നമുക്ക് എങ്ങനെയും ക്വസ്റ്റ്യൻ വരുള്ളൂ. കലാമണ്ഡലം വിമല മേനോൻ, ഇവരൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പത്മശ്രീ കിട്ടിയ 3 മലയാളികളുണ്ട്, അവരാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലെ. പത്മശ്രീ കിട്ടിയ മലയാളികളിൽ കലാമണ്ഡലം വിമല മേനോൻ, കലയാണ്, സ്വദേശം ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ഇവിടെ തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ. മേഖല നമ്മൾ ആദ്യമേ പറഞ്ഞു, മോഹിനിയാട്ടം കലാകാരിയാണ്. കേരള നാട്യ അക്കാദമിയുടെ ഡയറക്ടറും പിന്നെ സ്ഥാപകയാണ്. തിരുവനന്തപുരത്താണ് കേരള നാട്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ഥാപകയും പിന്നെ ഡയറക്ടറുമാണ്. കേരളശ്രീ പുരസ്കാരം 2024 ലഭിച്ചിട്ടുണ്ട്. പിന്നെ മുത്തുനായകയുടെ ശാസ്ത്രവും എഞ്ചിനീയറിംഗും, മുൻ ISRO ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജനിച്ചത് തമിഴ്നാടാണെങ്കിലും അതായത് അദ്ദേഹത്തിന്റെ റെസിഡൻസി കേരളത്തിലാണ് വരുന്നത്. അപ്പോൾ കേരളമാണ് റെഫർ ചെയ്തത്. മുത്തുനായകം ശാസ്ത്രവും എഞ്ചിനീയറിംഗും, മുൻ ISRO ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, മുൻ ISRO ശാസ്ത്രജ്ഞനാണ്. പിന്നെ കൊല്ലകയിൽ ദേവകിയമ്മ. അപ്പൊ ഈ 3 പേരാണ് മലയാളികൾ. കലാമണ്ഡലം വിമലാമനും അതായത് മലയാളത്തിൽ നിന്ന് റെഫർ ചെയ്തത്. മുത്തുനായകമുണ്ട്, പിന്നെ കൊല്ലകയിൽ ദേവകിയമ്മ. ഓക്കെ, സാമൂഹിക സേവനമാണ്. സ്വദേശം മുതുകുളം ആലപ്പുഴയാണ്. 4.5 ഏക്കറിൽ വനം വികസിപ്പിച്ചു. ഓക്കെ, ഇത് നോക്കി ചെറിയൊരു കാര്യമാണോ? 4.5 ഏക്കറിൽ വനം വികസിപ്പിച്ചു അല്ലെ. അത്രയും വൃക്ഷത്തൈകൾ നട്ട് അത്രയും ഏക്കർ സ്ഥലങ്ങളിൽ വനം വികസിപ്പിച്ച് നമ്മുടെ ആഗോളതാപനം അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ അതൊരു കാരണമല്ലേ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് കൊല്ലകയിൽ ദേവകിയമ്മ. നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിനേഷന് കുറച്ച് ടൈറ്റ് ആയിട്ട് ചോദിക്കണം എന്ന് PSC ആലോചിക്കുകയാണെങ്കിൽ, കോമ്പറ്റേറ്റീവ് എക്സാം നടത്തുന്നവർ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? കൊല്ലകയിൽ ദേവകിയമ്മ എന്നുള്ളൊരു ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ അല്ലെ. താഴെ പറയുന്നവയിൽ പത്മശ്രീ ലഭിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട ആളാര് അല്ലെ, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ കൊല്ലകയിൽ ദേവകിയമ്മ മാത്രം ഓപ്ഷനിൽ തന്നിട്ട് താഴെ പറയുന്ന വ്യക്തിത്വങ്ങളിൽ പത്മശ്രീ ലഭിച്ചത് ആർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ വ്യക്തിത്വത്തെ അതായത് ഈ കൊല്ലകയിൽ ദേവകിയമ്മയെ കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. സാമൂഹിക സേവനാണ്. 4.5 ഏക്കറിലാണ് ഇന്ന് വനം വികസിപ്പിച്ചത്. പിന്നെ നമുക്കറിയാം രോഹിത് ശർമ്മ കായികവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. രോഹിത് ശർമ്മ MS ധോണിക്ക് ശേഷം നമുക്ക് ഈ ട്രോഫികൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ICC ട്രോഫികളൊന്നും മേജർ ട്രോഫികളൊന്നും കിട്ടുന്നുണ്ടായില്ല. അതിനുശേഷം MS ധോണിക്ക് ശേഷം നമുക്ക് ക്യാപ്റ്റൻ ആയിട്ട് വന്നത് വിരാട് കോഹ്ലിയാണ് അല്ലെ. ക്രിക്കറ്റ് അറിയുന്ന എല്ലാവർക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ക്ലിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. വിരാട് കോഹ്ലി വന്നു, അതിനുശേഷം രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ ആയിട്ട് വന്നത്. അപ്പൊ രോഹിത് ശർമ്മ വന്നതിനെ തുടർന്നാണ് നമുക്ക്
നമുക്ക് 2024 T20 വേൾഡ് കപ്പും അതിനുശേഷം ചാമ്പ്യൻ ട്രോഫി ICCയുടെ ചാമ്പ്യൻസ് ട്രോഫിയും അതൊക്കെ ലഭിച്ചത് എന്താ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് എന്ത് ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ. ഇപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വിവിധ ക്യാപ്റ്റന്മാരാണ് അല്ലെ. ശുഭ്മാൻ ഗില്ലാണ് നമ്മുടെ ഏകദിനത്തിലും ടെസ്റ്റിലാണെങ്കിൽ പിന്നെ ആരാ നമ്മുടെ സ്കൈ എന്നറിയപ്പെടുന്ന സൂര്യകുമാർ യാദവാണ് 2020 ഒക്കെ ക്യാപ്റ്റൻ അല്ലെ. ഇതിന് മുമ്പുണ്ടായിരുന്നാണ് രോഹിത് ശർമ്മ. ഇന്ത്യൻ ടീമിന്റെ ടീം ക്യാപ്റ്റൻ ഏതൊക്കെ കാലഘട്ടത്തിലാണ് T20 വേൾഡ് കപ്പ് 2024 ലഭിക്കുന്ന സമയത്തും പിന്നെന്താ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫി ലഭിക്കുന്ന കാലഘട്ടത്തിലുമാണ് എന്ത് ടീം ക്യാപ്റ്റൻ. ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ അല്ല കേട്ടോ. പിന്നെ ഹർമൻപ്രീത് കൗർ ഉണ്ട്, അത് ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനാണ്. ഓക്കെ, നിലവിലെ ക്യാപ്റ്റനാണ്. സ്വദേശം പഞ്ചാബാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. വുമൻസ് വേൾഡ് കപ്പ് 2025 ഇന്ത്യൻ ക്രിക്കറ്റ് വനിതാ ക്രിക്കറ്റില് ആദ്യമായിട്ട് 2025 വേൾഡ് കപ്പ് അടിച്ചു. 2025 വേൾഡ് കപ്പ് അടിച്ചു. അപ്പോ ആ 2025 വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് കൗർ. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഒരു ബഹുമതി എന്നുള്ള രീതിയിലാട്ടോ നമ്മളിങ്ങനെ പത്മശ്രീ ഇതൊക്കെ റിപ്പബ്ലിക് ദിനത്തിന് കൊടുക്കപ്പെടുന്നത്. ഇപ്പൊ രോഹിത് ശർമ്മയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ നമുക്ക് കപ്പ് കിട്ടി അല്ലെ. ഹർമൻപ്രീത് കൗറാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ വനിതാ ടീമിന് ഒരു ലോകകപ്പ് എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് അല്ലെ. ഹർമൻപ്രീത് കൗറിന് 2017 അർജുന അവാർഡ് കൊടുക്കുകയുണ്ടായി. ഈ വുമൻസ് വേൾഡ് കപ്പ് 2025 കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് മിതാലി രാജും ജ്വലൻ ഗോസ്വാമി. മിതാലി രാജ് എന്ന് പറഞ്ഞാല് ലേഡി സച്ചിൻ തെണ്ടുൽക്കർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. അതായത് സച്ചിൻ നമ്മുടെ ഏകദിന ക്രിക്കറ്റില് പുരുഷന്മാരുടെ ക്രിക്കറ്റില് ഒത്തിരി റെക്കോർഡുകൾ അടിച്ചുകൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ ക്രിക്കറ്റില് ഒത്തിരി റെക്കോർഡുകൾ അടിച്ചുകൂട്ടിയിട്ടുള്ള ഒരാളാണ് മിതാലി രാജ്. മിതാലി രാജാണ് നമ്മുടെ ഒരു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രമുഖമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാള്. അപ്പോൾ ഈ ഹർമൻപ്രീത് കൗർ ഈ ട്രോഫി കിട്ടിയ ഉടനെ തന്നെ ഈ രണ്ട് സീനിയർ താരങ്ങൾക്ക്, പ്രീവിയസ് ആയിട്ട് കളിച്ച രണ്ട് സീനിയർ താരങ്ങൾക്ക് ഈ ട്രോഫി കൊടുക്കുകയുണ്ടായി. ജ്വലൻ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാസ്റ്റ് ബൗളർ ആയിരുന്നു. അതും നല്ലൊരു പ്ലെയർ ആയിരുന്നു. കുറെ വിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ടീമിന് വേണ്ടി നേടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ സവിത പുനിയ ഉണ്ട്. സവിത പുനിയ എന്ന് പറഞ്ഞാൽ സ്വദേശം രാജസ്ഥാനാണ്. നിലവിലെ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഗോൾ കീപ്പറാണ്. അർജുന അവാർഡ് 2018 ലഭിച്ചു. സവിത പുനിയ കായികം, ഹർമൻപ്രീത് കൗർ കായികം, രോഹിത് ശർമ്മ കായികം അല്ലെ. ഇവരൊക്കെ കായികമാണ്. ഇനി പ്രവീൺ കുമാർ, അദ്ദേഹം കായികമാണ്. പാരാലിമ്പിക്സ്, അതായത് പിന്നെ ശേഷി ഉള്ള ആൾക്കാരുടെ ഒളിമ്പിക്സിലൊക്കെ സ്വർണം നേടിയ അദ്ദേഹമാണ്. പാരാ ഹൈ ജമ്പാണ് അദ്ദേഹത്തിന്റെ ഇനം. സ്വദേശം ചോദിച്ചാൽ UP ഉത്തർപ്രദേശാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് അതേ തുടർന്ന് 2024 തന്നെ ഖേൽരത്ന, കായിക ഇനത്തിൽ ഏറ്റവും വലിയ ബഹുമതിയാണ് ഖേൽരത്ന അല്ലെ. ഖേൽരത്ന 2024 കൊടുക്കുകയുണ്ടായി. അതിനുശേഷം പത്മശ്രീ 2026 കേന്ദ്ര ഗവൺമെന്റ് നൽകി. ഓക്കെ, പ്രവീൺ കുമാർ കായിക മേഖല. ഓക്കെ, പാരാ ഹൈ ജമ്പാണ് അദ്ദേഹത്തിന്റെ ഇനം. ഇനി ഭഗ്വാൻ ദാസ് റായ്ക്വാർ കായികമാണ്. സ്വദേശം മധ്യപ്രദേശ്. ബുണ്ടേലി മാർഷൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഭഗ്വാൻ ദാസ് റായ്ക്വാർ. ഓക്കെ, പിന്നെ K പജനിവേൽ ഉണ്ട്. അദ്ദേഹം കായികമാണ്. പുതുച്ചേരിയാണ് സ്ഥലം. മേഖല ചോദിച്ചാൽ പരമ്പരാഗത ആയോധന കലയായ സിലംബം വിദഗ്ധനാണ്. അദ്ദേഹമാണ് K പജനിവേൽ. ഓക്കെ, ഭഗ്വാൻ ദാസ് റായ്ക്കാരും ഇതുപോലെ തന്നെ ബുണ്ടേലി മാർഷൽ ആർട്സ് ആണ് മേഖല. അദ്ദേഹവും ഒരു ആയോധന കല മാർഷൽ ആർട്സ് ആണ്. സിലംബം പേര് കിട്ടില്ലേ, പജനിവേൽ അല്ലെ, പജനിവേൽ. ഓക്കെ, ഈ ബൽദേവ് സിംഗ് ഉണ്ട്. ബൽദേവ് സിംഗ് കായികവുമായി ബന്ധപ്പെട്ടതാണ്. മുൻ ഹോക്കി പരിശീലകനാണ് ആര്? ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് എന്ന് പറയാൻ മുൻ ഹോക്കി പരിശീലകനാണ്. ഇനി ഒരു വിദേശിക്ക് പത്മശ്രീ ലഭിക്കുകയുണ്ടായി. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. വിദേശി അല്ലെ. മരണാനന്തര ബഹുമതിയായിട്ടാണ് ആര്? വ്ളാഡിമിർ മെസ്ത്രവിറിഷ്വിലി. ഓക്കെ, വ്ളാഡിമിർ ആ പേരൊന്ന് ഓർത്തിരിക്കുക. മെസ്ത്രവിറിഷ്വിലി. ഓക്കെ, മെസ്ത്രവിറിഷ്വിലി. ഓക്കെ, മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. സ്വദേശം ചോദിച്ചാൽ ജോർജിയാണ്. ഗുസ്തി പരിശീലകനാണ്. ഓക്കെ, നമ്മുടെ പണ്ടത്തുള്ള ഗുസ്തിക്കാരനാണ് സുശീൽ കുമാർ. അദ്ദേഹത്തിനൊക്കെ പരിശീലിപ്പിച്ച ആളാണ്. സുശീൽ കുമാർക്ക് നമ്മുടെ നേരത്തെ ഒളിമ്പിക്സിൽ വെങ്കല മെഡലൊക്കെ നേടിയ ഒരാളാണ്. ഓക്കെ, റെസ്ലിംഗ് കോച്ചായിരുന്നു. പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശ പരിശീലകനാണ്. ഇന്ത്യൻ ഗുസ്തി താരങ്ങളെ പരിശീലിപ്പിച്ചു. ഓക്കെ, അപ്പൊ എങ്ങനെയായാലും ഓർത്തിരിക്കണം, പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശി പരിശീലകനാരാ? വ്ളാഡിമിർ. പിന്നെ നമ്മുടെ സിനിമാ നടനായിട്ടുള്ള R മാധവൻ അല്ലെ. അദ്ദേഹത്തിന് മഹാരാഷ്ട്രയാണ് നോമിനേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് എന്ത് ലഭിക്കുകയുണ്ടായി? പത്മശ്രീ ലഭിക്കുകയുണ്ടായി അല്ലെ. പത്മശ്രീ അദ്ദേഹത്തിനും ലഭിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഈ കേസ് എന്ന് ഓർത്തിരിക്കുക, ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995 കേസ്.
131 പേർക്കാണ്. അതിൽ 5 പേര് പത്മഭൂഷൺ, 13 പേര് പത്മശ്രീ, 113. മലയാളികളെ ഒന്ന് മെമ്മറൈസ് ചെയ്യുക. പത്മവിഭൂഷൺ ആണെങ്കിൽ VS അച്യുതാനന്ദൻ, P നാരായണൻ, KT തോമസ്. അച്യുതാനന്ദൻ ആണെങ്കിൽ രാഷ്ട്രീയം, P നാരായണൻ ആണെങ്കിൽ എന്താ ജന്മഭൂമിയുടെ സഹസ്ഥാപകൻ അല്ലെ പൊതുകാര്യത്തിൽ വരും. KT തോമസ് ആണെങ്കിൽ പബ്ലിക് അഫയേഴ്സ്, അതായത് അദ്ദേഹം എന്താ നീതിന്യായം ജഡ്ജിയായിരുന്നു അല്ലെ. പിന്നെ വെള്ളാപ്പള്ളി നടേശനുണ്ട്, മമ്മൂട്ടി ഉണ്ട്, അദ്ദേഹം അവർ രണ്ടുപേരും പത്മഭൂഷണാണ്. പത്മശ്രീ ആണെങ്കിൽ കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ, പിന്നെ A മുത്തുനായകൻ. ഇത്രയും പേര് എന്ത് പത്മശ്രീയിൽ വരും. ഇത്രയും പേര് പത്മശ്രീയിൽ വരും. അപ്പൊ ഇത്രയും ആണ് നമ്മുടെ പത്മ അവാർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. കൂടാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. പിന്നെ ഏതെങ്കിലും ടോപ്പിക്കുകൾ വേണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ നമ്മുടെ ഡിഗ്രി എക്സാമിനേഷൻ ഒക്കെ വരികയാണ്, അപ്പൊ അതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഏതാ ടോപ്പിക്ക് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യുക. പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.